മക്കളെ, നമ്മൾ ബികോമിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ പാഠത്തിലെ ഹയർ പർച്ചേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പാഠത്തിലെ ചെറിയൊരു തിയറി ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് അക്കൗണ്ട്സ് ഓഫ് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. അക്കൗണ്ട്സ് ഓഫ് എന്താണ്? ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം. അപ്പോൾ അക്കൗണ്ട്സ് ഓഫ് ഹയർ പർച്ചേസ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഹയർ പർച്ചേസ് എന്ന പദം നമ്മൾ പലർക്കും പുതുമയാർന്നൊരു പദമായിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹയർ പർച്ചേസുമായി പല എഗ്രിമെൻറ്റും നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ട്. ഹയർ പർച്ചേസിന് ഉദാഹരണമാണ് നമ്മുടെ എല്ലാ വീടുകളിൽ ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ ഒക്കെ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ഇട്ട് നമ്മൾ എടുക്കാറുണ്ട്. ലോൺ എടുത്ത് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് നമ്മൾ എടുക്കാറുണ്ട്. ആ ഒരു സിസ്റ്റമാണ് ഹയർ പർച്ചേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനൊരു ബൈക്ക് എടുത്തു. ഇപ്പോൾ ഞാൻ മുത്തൂറ്റിൻ്റെ ഒരു 50,000 മുത്തൂറ്റുകാരുടെ നിന്ന് ലോൺ എടുത്താണ് ബൈക്ക് എടുത്തത്. അപ്പോൾ ഒരു 30,000 രൂപ ഞാൻ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു. ബാക്കി തുകയെല്ലാം മുത്തൂറ്റുകാരാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു എഗ്രിമെൻറ്റ് രൂപപ്പെടുകയാണ്, ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഇവിടെ രണ്ട് വ്യക്തികളുണ്ട്, ഹയർ പർച്ചേസറും ഹയർ വെണ്ടറും. എനിക്ക് പണം തന്ന ആ കമ്പനി അല്ലെങ്കിൽ ആ സ്ഥാപനത്തെ വിളിക്കുന്ന പേരാണ് ഹയർ വെണ്ടർ എന്നും ഞാനെന്ന വ്യക്തിയെ പറയുന്ന പേരാണ് ഹയർ പർച്ചേസർ. അപ്പോൾ ഇതൊരു എഗ്രിമെൻ്റാണ്. ഹയർ പർച്ചേസിംഗ് എന്ന് പറയുമ്പോൾ ഒരു എഗ്രിമെൻ്റാണ്. ഹയർ പർച്ചേസറും ഹയർ വെണ്ടറും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റാണ്. നമുക്കതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഹയർ പർച്ചേസ് ഈസ് ഡിഫൈൻഡ് ആസ്, ഹയർ പർച്ചേസ് നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഒരു എഗ്രിമെൻ്റാണ്. ആൻ എഗ്രിമെൻ്റ് ഓഫ് എന്തുവാണ്? വാങ്ങുക, വിൽക്കുക. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എന്തുവാണ്? ഗുഡ്സ് ആണ്. ഹയർ പർച്ചേസ് ഈസ് ഡിഫൈൻഡ് ആസ് എന്തുവാണ്? ഒരു എഗ്രിമെൻ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എന്തുവാണ്? ഗുഡ്സ് ആണ്. പക്ഷേ അവിടെ ഒരു കണ്ടീഷനുണ്ട്. ഓൺ കണ്ടീഷൻ ദാറ്റ് പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ത്രൂ ഇൻസ്റ്റാൾമെൻറ്റ്. ഞാൻ എൻ്റെ ബൈക്കിൻ്റെ CC അടയ്ക്കുന്നത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്, മന്ത്ലി ആണ് പറഞ്ഞത്, മന്ത്ലിയാണ്. അതിനാണ് പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ത്രൂ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ആൻഡ് ദി ഓണർഷിപ്പ് ഇൻ ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. ഓണർഷിപ്പ് ഇൻ ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. ബയർ എന്ന് പറയുമ്പോൾ ഞാനെന്ന വ്യക്തിയിലേക്ക് ഓണർഷിപ്പ് വരുന്നത് എപ്പോൾ മാത്രമാണ്? ഓൺലി ഓൺ പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്ന കാലം വരെയും ഈ ബൈക്കിൻ്റെ ഓണർ ആരല്ല? ഞാനല്ല. ആരാണ്? ഞാൻ മുത്തൂറ്റുകാരൻ്റെ നിന്ന് ലോൺ എടുത്തെങ്കിൽ മുത്തൂറ്റുകാരനാണ് ബൈക്കിൻ്റെ ഓണർ, ഒരിക്കലും ഞാനല്ല. എൻ്റെ ബൈക്കാവുന്ന എപ്പോൾ മാത്രമാണ്? ഞാൻ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റും അടച്ചതിന് ശേഷം മാത്രമേ ഈ ബൈക്ക് എൻ്റെ ബൈക്കായി മാറുകയുള്ളൂ. അപ്പം ഹയർ പർച്ചേസിന് നമുക്ക് ഇങ്ങനെ പറയാം, ഹയർ പർച്ചേസ് ഇസ് ഡിഫൈൻഡ് ആസ് ഒരു എഗ്രിമെൻ്റാണ്. എഗ്രിമെൻറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. ഒരു എഗ്രിമെൻറ്റ് ഓഫ് എന്താണ്? പർച്ചേസ് അല്ലെങ്കിൽ സെയിൽ ഓഫ് എന്താണ്? ഗുഡ്സ് ആണ്. അവിടെ ഒരു കണ്ടീഷനുണ്ട്. ഓൺ കണ്ടീഷൻ ദാറ്റ് എന്തുകൊണ്ട് കണ്ടീഷൻ? പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ത്രൂ, എങ്ങനെ മക്കളെ? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കുന്നത്. പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ത്രൂ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ആൻഡ് ദി ഓണർഷിപ്പ് ഇൻ ദി ഗുഡ്സ്, ഞാൻ എപ്പോഴാണ് ഓണർ ആവുന്നത്? ആൻഡ് ദി ഓണർഷിപ്പ് ഇൻ ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ. ബയർ എന്ന വ്യക്തി, ഞാനിലേക്ക് ഓണർഷിപ്പ് എപ്പോഴെത്തുന്നു? ഒൺലി ഓൺ പേയ്മെൻറ്റ് ഓഫ് എന്തുവാണ്? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഒൺലി ഓൺ എന്താണ്? പേയ്മെൻറ്റ് ഓഫ് എന്തുവാണ്? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഹയർ പർച്ചേസ് ഡിഫൈൻ ചെയ്യാൻ 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇത് കണക്ക് തന്നെ എഴുതി വെക്കുക. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞുതരാം. ഹയർ പർച്ചേസ് ഡിഫൈൻഡ് ആസ് എന്തുവാണ്? ആൻ എഗ്രിമെൻറ്റ് ഓഫ് എന്തോ മക്കളെ? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് എന്തുവാണ്? ഗുഡ്സ് ആണ്. ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ആൻ എഗ്രിമെൻറ്റ് ഓഫ് എന്തുവാണ്? പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ആണ്, ഗുഡ്സ് ആണ്. സെയിൽ ഓഫ് എന്തുവാണ്? ഗുഡ്സ് ആണ്. അവിടെ ഒരു കണ്ടീഷൻ എന്തുവാണ്? ഓൺ കണ്ടീഷൻ ദാറ്റ് പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ത്രൂ, എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻറ്റ്. പേയ്മെൻറ്റ് പണം അടയ്ക്കുന്നത് എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ്. പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ത്രൂ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ആൻഡ് ദി ഓണർഷിപ്പ് ഇൻ ദി ഗുഡ്സ്, ഗുഡ്സിൻ്റെ ഓണറായിട്ട് ഞാൻ എപ്പോഴാണ് മാറുന്നത്? ആൻഡ് ദി ഓണർഷിപ്പ് ഇൻ ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ ഒൺലി ഓൺ എന്തുവാണ്? പേയ്മെൻറ്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹയർ പർച്ചേസിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹയർ പർച്ചേസ് നിങ്ങളെ പറഞ്ഞുതരാം. ഹയർ പർച്ചേസ് ഡിഫൈൻഡ് ആസ് എന്തോ മക്കളെ? ഒരു എഗ്രിമെൻറ്റ് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്? പേയ്മെൻറ്റ് വിൽ ബി മെയ്ഡ് ത്രൂ എന്തുവാണ്? ഇൻസ്റ്റാൾമെൻ്റ് ആണ്. പിന്നെ എന്തുവാണ്? ഓണർഷിപ്പ് ഇൻ ദി ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി ബയർ എപ്പം മാത്രം? ഒൺലി ഓൺ പേയ്മെൻറ്റ് ഓഫ് എന്തുവാണ്? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. ഒരു 10 സെക്കൻഡ് മക്കളൊന്ന് വായിച്ചു നോക്കിയ ഡെഫിനിഷൻ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ് സിസ്റ്റം. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് 4 മാർക്കിന് പല വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഹയർ പർച്ചേസ് സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ്, നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചോദിച്ചാൽ ഇത് തന്നെ എഴുതി വെച്ചാൽ മതി. ഫീച്ചേഴ്സ്,
അല്ലെങ്കിൽ നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ചോദിച്ച് ഇത് എഴുതി വെച്ചാൽ മതി. അപ്പം ഒരു 7 ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാമത്തത് ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ ഞാനൊരു ഡൗൺ പേയ്മെൻ്റ് ഇട്ട് CC ഇട്ടൊരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ എനിക്കൊരിക്കലും അതിൻ്റെ ഓണർഷിപ്പ് ഇല്ല. അത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. ആ ഉപയോഗിക്കാനുള്ള അവകാശത്തെയാണ് പൊസഷൻ എന്ന് പറയുന്നത്. എന്തുവാണ് പൊസഷൻ? അപ്പോൾ എനിക്ക് എന്ത് മാത്രമേ ഉള്ളൂ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുമ്പോൾ? ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ. എന്നിലേക്ക് പൊസഷൻ മാത്രമേ വന്നിട്ടുള്ളൂ, അതിൻ്റെ ഓണർഷിപ്പ് വരികയില്ല. ഓണർഷിപ്പ് എപ്പോഴാണ് വരുന്നത്? ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ ഓണർഷിപ്പ് എൻ്റെ കൈകളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പോയിൻ്റാണ് ട്രാൻസ്ഫർ ഓഫ് എന്താണ് പൊസഷൻ. ഹയർ പർച്ചേസറിന് പൊസഷൻ മാത്രമേ ആദ്യത്തെ എഗ്രിമെൻറ്റിലൂടെ ലഭിക്കുകയുള്ളൂ. ഏറ്റവും അവസാനം ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചതിന് ശേഷം മാത്രമേ ഹയർ പർച്ചേസർ എന്താവുകയുള്ളൂ? ഓണർ ഓഫ് ദി ഗുഡ്സ് ആവുകയുള്ളൂ. അതാണ് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫർ ഓഫ് എന്താണ് പൊസഷൻ. രണ്ടാമത്തത്, ഞാൻ പൈസ അടയ്ക്കുന്നത് മന്ത്ലി ആണ് അല്ലെങ്കിൽ ക്വാർട്ടർലി ആണ്, അതൊരു പീരിയോഡിക്കലായിട്ടാണ് നടക്കുന്നതാണ് പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഇനി ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ക്യാപിറ്റൽ ഗുഡ്സിലാണ്. ഇനി ആ ക്യാപിറ്റൽ ഗുഡ്സ് ഞാൻ വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയൊരു തുക അല്ലെങ്കിൽ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം? ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ 4 പോയിൻ്റ് പറയും. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ് സിസ്റ്റം? എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ. പണം നൽകുന്നത് പീരിയോഡിക്കലായിട്ടാണ്, പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ് ആണ്. ഇനി ഞാൻ ആദ്യം ഒരു നിശ്ചിത തുക ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കണം. ആ നിശ്ചിത ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്ന ഏത് ഗുഡ്സിനാണ്? ക്യാപിറ്റൽ ഗുഡ്സിനാണ്. ക്യാപിറ്റൽ ഗുഡ്സാണ് നമ്മൾ കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. പിന്നെ എന്തോ കൊടുക്കണം? ഒരു നിശ്ചിത തുക എന്തായിട്ട് കൊടുക്കണം? ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കണം. അപ്പം 4 പോയിൻ്റ് പറഞ്ഞു. ഒന്നാമത്തെ എന്താണ്? പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, ട്രാൻസ്ഫർ ഓഫ് പൊസഷന്. പീരിയോഡിക്കൽ, മാസത്തിലാണ് പൈസ അടയ്ക്കുന്നത്, പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്. ക്യാപിറ്റൽ ഗുഡ്സാണ് നമ്മൾ ഈ ഒരു എഗ്രിമെൻറ്റിലൂടെ വാങ്ങിക്കുന്നത്. ഈ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കാൻ നമ്മൾ എന്തോ കൊടുക്കണം മക്കളെ? ആദ്യം ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം. ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഉടനെ നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുകയില്ല. എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ? പൊസഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. അതാ പറയുക ടൈറ്റിൽ ഇൻ ദി ഗുഡ്സ്. ടൈറ്റിൽ ഇൻ ദി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പാണ്. ഓണർഷിപ്പ് ഉടനെ കിട്ടുകയില്ല. എപ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ? അവസാനത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ? ഓണർഷിപ്പ് കിട്ടുകയുള്ളൂ. ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ എഗ്രിമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ടെർമിനേറ്റ് ചെയ്യാം. അടയ്ക്കാൻ പൈസ ഇല്ല, നമുക്ക് ഈ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാം. ബൈക്ക് അവന്മാർ പോയിക്കൊണ്ട് പോകും. ടെർമിനേഷൻ ഓഫ് എന്താണ്? എഗ്രിമെൻറ്റ്. ഇനി റൈറ്റ് ടു റീപൊസിഷൻ. റൈറ്റ് ടു റീപൊസിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബൈക്കിൻ്റെ പൈസ നമ്മൾ സ്ഥിരമായിട്ട് അടയ്ക്കുന്നില്ലെങ്കിൽ CCക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും? ബൈക്ക് എടുത്തുകൊണ്ട് പോകത്തില്ല. ആ പോകുന്ന പ്രവർത്തനം പറയുന്ന പേരാണ് റൈറ്റ് ടു റീപൊസിഷൻ. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ഹയർ പർച്ചേസ് സിസ്റ്റം എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? പൊസഷൻ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. പീരിയോഡിക്കലായിട്ടാണ് പണം അടയ്ക്കുന്നത്, പീരിയോഡിക്കൽ ഇൻസ്റ്റാൾമെൻറ്റ്. ക്യാപിറ്റൽ ഗുഡ്സാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഈ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാറുണ്ട്. ഈ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുമ്പോൾ നമ്മൾ ഉടൻ തന്നെ നമുക്ക് ഓണർഷിപ്പ് കിട്ടുകയില്ല. ടൈറ്റിൽ ഇൻ ദി ഗുഡ്സിലെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിൽ കിട്ടുകയില്ല. നമുക്ക് പണം അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ എഗ്രിമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യാം, ടെർമിനേഷൻ ഓഫ് എഗ്രിമെൻറ്റ്. ഇനി നമ്മൾ ടെർമിനേറ്റും ചെയ്യുന്നില്ല, പണവും അടയ്ക്കുന്നില്ലെങ്കിൽ അവർക്ക് വന്ന് മുത്തൂറ്റുകാർക്ക് വന്ന് എൻ്റെ ബൈക്ക് തിരികെ എടുത്തുകൊണ്ട് പോകാം. അതാണ് റൈറ്റ് ടു റീപൊസിഷൻ. അപ്പോൾ ഈ 2 ടോപ്പിക്കുകൾ നല്ലോണം വായിച്ചു നോക്കുക. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. അതിനുശേഷം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. ഇനി നമുക്ക് പഠിക്കാനുള്ള 2-3 ടോപ്പിക്കാണ് ഉണ്ട്. ആ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ടാറ്റ.